ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ താര ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിനോട് ഞാൻ കൂടും. താര ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഷോ ഡയറക്ടറായ, അതുപോലെ നമ്മുടെ ടീമേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനൂപേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ടുഡേയ്സ് ബിരിയാണി ഈസ് ഡെഡിക്കേറ്റഡ് ടു അനൂപേട്ടൻ. അനൂപേട്ടന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കും. അനൂപിന് വേണ്ടിയിട്ട് ആ സന്തോഷത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടാ. ഞങ്ങൾ കഴിച്ചിട്ടും അനൂപിന് തരാട്ടാ. ആശംസ പറഞ്ഞില്ലല്ലോ. അനൂപിന് പെരുന്നാൾ ആശംസകൾ ഞങ്ങൾ പറയുന്നു. അപ്പം മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഒരുപാട് നന്മകളും പിന്നെ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കട്ടെ. ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ ലൈഫിൽ. അപ്പോൾ ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ. അനൂപ് സാറേ, ഞാൻ കാണാൻ ഞാൻ വീഡിയോ പിടിക്കണേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. താര ഇത് വെച്ചിട്ടുണ്ടോ ബിരിയാണി? ഇല്ല, ആദ്യമായിട്ടാണ് വെക്കാൻ പോകുന്നത്. ലഡുവും അതുപോലെ പറഞ്ഞത് അടിപൊളിയായല്ലോ. ആ നമ്മച്ച സൈഡിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് പാൻ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം. അപ്പൊ നമ്മൾ ഒഴിക്കുന്ന എണ്ണ ഒലിവ് ഓയിലാണ്. ഒഴിക്കട്ടെ? അമ്മച്ചി ഒഴിക്കട്ടെ. അമ്മച്ചിക്ക് അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. കോസ്റ്റ്ലി ആണ് ഈ ബിരിയാണി. ഞങ്ങളാ എന്ത് ഓയിലാ അമ്മച്ചത്? ഒലിവ് ഓയിൽ. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കണേ. ബിരിയാണിക്ക് വേണ്ടി മാത്രമാണ് ഇത് അമ്മച്ചി ഉപയോഗിക്കുന്നത്. ഒക്കെ വെച്ചതിനോട് കൂടുതൽ വീഴുവാ എൻ്റെ. അപ്പം ഞങ്ങൾ ചെറിയൊരു തുള വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് വീഴുന്നത്. താരൊന്ന് പിടിച്ചു കൊടുത്തേ, ഒന്ന് അമുക്കി കൊടുത്തേ. കുട്ടി വീഴല്ലേ കേട്ടാ. മതി മതി മതി. നെയ്യിടണ്ടേ അമ്മച്ചിത്തിരി? നെയ്യിടണം. കുറച്ച് നെയ്യ് കൂടി ഒഴിക്കാട്ടോ. ഇത്ര മതിയാവും. ഒഴിച്ചു. കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള കേട്ടോ. അപ്പൊ ഞങ്ങള് 3-4 പേരല്ലേ ഉള്ളൂ. അടുത്ത പറയാൻ ഇതെന്തൊക്കെയാണെന്ന് പറ. പട്ട, ഏലക്ക, കറിയാമ്പ്, തക്കോലം, വലിയ ജീരകം, സ്വല്പം ചെറിയ ജീരകം, പിന്നെ കുരുമുളക് ഉണ്ട് അല്ലേ? കുരുമുളക്. ഇതെല്ലാം കൂടി ഇത് ഇടാട്ടോ. ഒരു ലീഫ് ഉണ്ട് കേട്ടോ. ആ ലീഫ് നമ്മുടെ ഇല്ല, തീർന്നു പോയി. അതുകൊണ്ട് നല്ലതായി വയറ്റണം. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. ഒന്ന് വയറ്റിക്കോ. അപ്പൊ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്, വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇടാട്ടോ. അധികം പേസ്റ്റ് അല്ല, ജസ്റ്റ് ചതച്ചിട്ട് ഇടട്ടെ. സവാള 2 സവാള വേണ്ട. സവാള ഇട്ടേക്ക്. സവാള വെന്തോളണം. കേട്ടോ വയറ്റെടുത്താൽ അപ്പം അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വയറ്റണം. നമ്മൾ ഉപ്പ് ചേർക്കുമെന്ന് ഇത്ര മതിയോ? നന്നായിട്ട് വഴഞ്ഞു വെക്കല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇടാട്ടോ. മല്ലിച്ചീര അല്ലേ? പുതിനയില ഇടും, പക്ഷെ പുതിനയില നമുക്കില്ല. നമ്മളിത് മല്ലിയില ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണം. ബിരിയാണി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി എടുത്തേക്കുന്നത്. ഇതിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലെ അരി നമുക്ക് ഇതിലേക്ക് ഇടാം. എത്ര മണിക്കൂർ വെച്ചാൽ? ഒരു 20-25 മിനിറ്റ് ഇടട്ടെ. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം. ഇത്ര വേണ്ടാൻ വേണം മതിയാ.
കുളമായി പോകുന്നില്ല. ഈ നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിക്കണ്ടേ? നമുക്ക് വെള്ളം ഒഴിക്കാൻ ആവശ്യത്തിന് ഒരു 2 ഗ്ലാസ് അരിയല്ലേ എടുത്തത്, അപ്പം 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഓക്കെ, ഒഴിക്കട്ടെ? വെള്ളം ഒഴിക്കാറായോ? ആ, അപ്പം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം വെള്ളം ഒഴിക്കുന്നത് ഈ ഗ്ലാസ്സിലാണല്ലോ അരി എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എത്ര ഗ്ലാസ്സാണ്? 4 ഗ്ലാസ്. 4 ഗ്ലാസ്. ആ ബിരിയാണിയുടെ പാത്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒഴിച്ചോ, അല്ലെങ്കിൽ താഴെ ഒഴിക്കട്ടെ? ആ 1 2 ഗ്ലാസ് പോരെ? 2 ഗ്ലാസ് പോരെ? 2 ഗ്ലാസ് അരി 3 അരച്ച് വയ്ക്കണം കേട്ടോ. ആ 3 4. 4. ഇനി എന്താ ഇതിലേക്ക് ഒഴിക്കണ്ടേ? ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ. 4 ഗ്ലാസ് ഒഴിച്ചു. പോരാണ്ടി നമുക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ആ, നാരങ്ങ നീര്. നാരങ്ങ നീര് ഒഴിക്കും കേട്ടോ. ഒഴിക്കട്ടെ? നാരങ്ങ നീര് ഒഴിച്ചു. കുറച്ച് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. മതിയാവോ? ഇത് ബിരിയാണി എസൻസ് വയ്ക്കണല്ലോ എനിക്ക്. ഞാൻ ഇളക്കി തരാം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ബിരിയാണിയും ചിക്കൻ റോസ്റ്റും ആണല്ലേ സ്പെഷ്യലായിട്ട്. മതിയാവോ? ഒക്കെ വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചു കേട്ടോ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണ ആരാണ്? ചേട്ടൻ. ആരാണ് ഉണ്ടാക്കണ? ബിനീഷ് ബാസ്റ്റിൻ ഇളയ മകൻ. നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ടീമേ, ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കുന്ന ഞാനാണ്ടാ. ഫുൾ ചിക്കനാണ് വാങ്ങിച്ചത്, വലുതായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടാ. കുക്കറിലാണ് അമ്മ റെഡിയാക്കണത്. അപ്പോൾ ആ കുക്കർ ചൂടാകുന്നപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടേക്കണ. കൂടെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പിലാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. മഴക്കാലമൊക്കെ തുടങ്ങിയപ്പോൾ കറിവേപ്പിലൊക്കെ സെറ്റാകാൻ തുടങ്ങി, ഉണങ്ങി ഇങ്ങടെയായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടങ്ങോട്ട് വഴറ്റണം കേട്ടോ. ചെറിയ തീയിലാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കാണിക്കണേ കേട്ടോ. അപ്പോൾ അത് വഴറ്റിക്കതിന് ശേഷം നമ്മൾ സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതെല്ലാം വട്ടത്തിൽ അരിഞ്ഞേക്കണം, കനം കുറച്ച് അരിഞ്ഞേക്കണം. കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞിട്ട് നമുക്ക് വഴഞ്ഞിട്ടാകുമ്പോൾ എന്തിടണം, നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് ചേർന്ന് അതിന് ഇത്തിരി തക്കാളി ഇടുന്നുണ്ട്. ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, അത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞതാണ്ട്. അതിട്ട് വഴറ്റണം. അതിട്ട് വഴറ്റി അധികം പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് പൊടികളാണ് കേട്ടോ. മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 തരം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ട്, സാധാരണ ചില്ലി ഉണ്ട് കേട്ടോ. എല്ലാ ആവശ്യത്തിനായിട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ വരട്ടി വെച്ച അതിലേക്ക് നമ്മുടെ ഈ ഒരു പൊടികളും കൂടി ഇട്ടപ്പോൾ സെറ്റായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇടാൻ പോണത് പുളിയില്ലാത്ത തൈരാണ്ട് ഇടാൻ പോണത്. പുളിയുള്ള തൈര് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് പുളിയായി പോകും കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ. നമുക്ക് അധികം സമയം എടുക്കില്ല, നിസ്സാര സമയം കൊണ്ട് നമുക്ക് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോളൂ. ആദ്യം ഇതുപോലെ മസാല അടിച്ചെടുത്തിട്ട് മസാലയിലേക്കാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണത്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാള വരട്ടിയപ്പോൾ ഇത്തിരി ഉപ്പിട്ടുണ്ടായിരുന്നു, അത് പോരാ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മസാല സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കഷ്ണിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ബിരിയാണി പീസായിട്ടാണ് എടുത്തേക്കണത്. വറുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ ചിക്കനാണ് ഇതിനു വേണ്ടി മേടിച്ചേട്ടാ. അപ്പോൾ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞാണ്, ഇത് നമ്മൾ ബിരിയാണിയുടെ കൂടെ മാത്രമല്ല എന്ത് ഐറ്റത്തിൻ്റെ കൂടെ ഈ കറി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഇത് ചെയ്യാൻ നേരത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. സംഭവം വെള്ളം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 വിസിലടിക്കണം കേട്ടോ. വിസിലടിച്ചിട്ട് വിസിലൊക്കെ എല്ലാം പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടാ. അപ്പോൾ കറക്റ്റ് അളവാർന്നിട്ടാ. ഞങ്ങൾ വേറെ വെള്ളം ഒന്നും ചേർത്തില്ല. ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കിയെന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടാ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കണേ കേട്ടാ. അത് നമ്മളിപ്പോൾ വറുത്തെടുത്തതാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ അധികം സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഈ ബിരിയാണി അതിൽ നെയ്യൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കണത്. എക്സ്ട്രാ നെയ്യൊക്കെ ഇടണമെങ്കിൽ ഈ ടൈമിലായിട്ട് ഇടേണ്ടത് കേട്ടോ. പല രീതിയിലാണ് ആൾക്കാർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ കുറ്റമൊന്നും പറയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഞങ്ങളാകെ 4 പേരാളേ.
അവർ കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ രാത്രി കഴിക്കാനും ഉണ്ട് കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് നമ്മൾ 2 വിസിലടിച്ചിട്ട് നമ്മൾ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം. ഇത് കണ്ട ഈ ഒരു രൂപത്തിലായിട്ടേക്കണം നമ്മൾ. ഒന്നും കൂടി തുറന്ന് വെച്ച് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റോസ്റ്റാക്കി കിട്ടും. അപ്പോൾ നല്ല റോസ്റ്റാകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്തിരി കറി സ്റ്റൈലിന് മതി. അപ്പോൾ നമുക്ക് ബിരിയാണിയിൽ പുരട്ടടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കുള്ളൂ. നല്ല മണമുണ്ട് കേട്ടോ ഈ കറിക്ക്, സൂപ്പറാണ്. എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കറിക്ക് വിളിക്കാം. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ബിനീഷ് ബാസ്റ്റിൻ BB സ്റ്റൈൽ ചിക്കൻ കറി എന്നായിട്ടേക്കണത്. നല്ല ചൂടോടുകൂടി ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റിയേക്കണേ കേട്ടാ. കറി കാണുമ്പോൾ തന്നെ അറിയാലോ ടീമേ, ടേസ്റ്റ് ആയിരിക്കുന്നു. ശരിക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും സാലഡും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. സംഭവം നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടാ, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടാ. നല്ല സക്സസ് ആയി ബിരിയാണി ഉണ്ടാക്കിയിട്ട്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു അല്ലെങ്കിൽ വേഗമില്ല. ഇപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാ. പപ്പടവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സാധാരണ വറുത്തിട്ടാണ് അമ്മച്ചി ബിരിയാണിയിൽ ഇടുന്നത്. ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിക്കൊടുത്ത് റോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ. റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ അല്ലേ ഒന്നിച്ച് അല്ലാതെ സെപ്പറേറ്റ് കഴിക്കാമല്ലോ അല്ലേ. അതെ അതെ അതെ, ഇത് ഗ്രേവിയും കൂടി ഇടുമ്പോൾ നമുക്ക് ബിരിയാണിമേ അല്ലേ ഒന്ന് പെരട്ടി അടിക്കാം അല്ലേ. അതെ അതെ, നന്നായിട്ട് ഇളക്കി കുഴച്ചടിക്കാം. കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാണ്ടാ. സൺഡേ വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകാറില്ല, പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പോവുള്ളൂ. രാവിലെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കും എന്തുണ്ടാക്കണമെന്ന് തീരുമാനിക്കും. എന്നിട്ട് രാവിലെ തുടങ്ങി മാർക്കറ്റിൽ പോവും, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. രാവിലത്തെ സംഭവം സെറ്റാക്കി കഴിക്കാൻ ഉച്ചക്ക് സെറ്റാക്കുമ്പോൾ ഒരു 12 മണിക്കാകുമ്പോൾ തുടങ്ങണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 മണി കഴിഞ്ഞിട്ടാണ് ഈ സാധനം എല്ലാം റെഡിയായത്. ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരാൾക്ക് വേണ്ടിയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അനൂപ് സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അനൂപ് സാറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കണേ കേട്ടാ അല്ലേ. അതെ അതെ. അപ്പോൾ ഒരിക്കൽ കൂടി അനൂപ് സാറിന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അനൂപ് സാറേ ജന്മദിന ആശംസകൾ. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.